മക്കളെ NOS സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് സോഷ്യോളജി ചാപ്റ്റർ 32 പാർട്ട് എ ഭാഗമാണ് കേട്ടോ. അപ്പോൾ പാർട്ട് എയിലെ ചാപ്റ്റർ 32 ആണ് 32ാമത്തെ ചാപ്റ്റർ. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂളാണ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് വിമൺ അതാണ് നമുക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്. സ്ത്രീകളുടെ പദവി എന്തൊക്കെയെന്ന്. അപ്പോൾ ഇൻ ഇന്ത്യൻ സൊസൈറ്റി എ സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് സ്ത്രീകളുടെ പദവി, ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പദവികളാണ് സ്ത്രീകൾക്കുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്. സ്ത്രീകളുടെ പദവി ആദ്യവേദ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ പദവിക്ക് എല്ലാ സമൂഹങ്ങളിലും അർഹമായ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. മറ്റെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ പൊതുവെ മാതാപിതാക്കളും അവരെ അടിമകളെ പോലെ കണക്കാക്കുന്നു. മതഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉന്നത പദവി ഉള്ളതായി കാണാനാവും. എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്തു, സ്ത്രീകൾക്ക് വളരെയധികം വിവേചനങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇനി ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളത് നോക്കാം. ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ശ്രേഷ്ഠമായ അധ്യായങ്ങൾ ഒന്നാണ് പ്രാചീന കാലഘട്ടം, പ്രത്യേകിച്ച് വേദകാലഘട്ടത്തിൻ്റെ ആരംഭം. ഈ കാലഘട്ടത്തിൽ പുരുഷനും തുല്യമായൊരു സ്ഥാനം സ്ത്രീകൾക്കും സമൂഹത്തിലുണ്ടായിരുന്നുവെന്ന് സാഹിത്യപരവും ചരിത്രപരവുമായ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ശുഭകരമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ കൂടാതെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതം നിർബന്ധമായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമായിരുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിവാഹിതയായി തുടരാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വിവാഹത്തിന് പ്രായപരിധി ഇല്ലായിരുന്നു. എങ്കിലും സാധാരണയായി വിവാഹപ്രായം 14-നും 17-നും മധ്യയായിരുന്നു. വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് വേദകാലഘട്ടത്തിൽ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വരെ ഇടപെടാൻ കഴിയുമായിരുന്നു. വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമായിരുന്നു. നിയോഗ എന്ന വിധവാ വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് വളരെയധികം പരാമർശം സാഹിത്യ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ സമ്പ്രദായം അഥവാ ഭർത്താവ് രോഗബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുവാദത്തോടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ സമ്പ്രദായമാണ് നിയോഗ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ ഋഗ്വേദത്തിൽ ഒരിടത്തും സതീ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ നൽകിയിരുന്ന അല്ലെങ്കിൽ പുരുഷനോടൊപ്പം സ്ഥാനം നൽകിയിരുന്ന ഒരു കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. അഥവാ വിധവാ പുനർവിവാഹത്തിന് അനുവാദമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കൂടാതെ നിയോഗ എന്ന പേരിലുള്ള വിവാഹ രീതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ ഋഗ്വേദ കാലഘട്ടത്തിൽ ഒരിടത്തും സതീ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതേപോലെ തന്നെ സ്ത്രീധന സമ്പ്രദായം കർക്കശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകളിലും യാഗങ്ങളിലും പുരുഷനും സ്ത്രീക്കും തുല്യ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഭർത്താവും ഭാര്യയും ഒന്നിച്ച് പങ്കെടുത്തിരുന്നത് ഋഗ്വേദത്തിൽ നിന്ന് ലഭ്യമായ തെളിവുകളിൽ കാണപ്പെടുന്നു. കൂടാതെ ഏകപത്നി സമ്പ്രദായമാണ് ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എന്നതോ ഏതിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു, സ്ത്രീകളുടെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പദവിയെ വർദ്ധിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പദവി നൽകപ്പെട്ട കാലഘട്ടമായിട്ടാണ് ഋഗ്വേദ കാലഘട്ടം അറിയപ്പെട്ടത്. ഇനി നമുക്ക് വേദ കാലഘട്ടം അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ് എന്താന്ന് നോക്കാം. അപ്പോൾ പിൽക്കാല വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവിയിൽ താഴ്ച ആരംഭിച്ചു. അപ്പോൾ സ്ത്രീകളുടെ പദവി ഏറ്റവും താഴ്ചയിലേക്ക് പോയത് പിൽക്കാല വേദ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സാമൂഹികവും മതപരവുമായ രംഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിച്ചു നിർത്താൻ തുടങ്ങി. ശുദ്ധി, വിശുദ്ധി തുടങ്ങിയവ സ്ഥാനം പിടിച്ചു. കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പദവിയും സ്വത്തവകാശവും കൈവരാൻ തുടങ്ങി. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം കൈവന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വിധവാ വിവാഹം ഗണ്യമായി കുറഞ്ഞു.
പുരുഷനെ പുനർവിവാഹമാകാമായിരുന്നു. സ്ത്രീകളുടെ പുനർവിവാഹം കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ പദവി ഈ കാലഘട്ടത്തിൽ തകർച്ച നേരിട്ടു. ഇതിഹാസങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങൾ മാതൃകാ സങ്കല്പങ്ങളായി കാണപ്പെട്ടു. എന്നാൽ അതേസമയം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുതലായിരുന്നു എന്നതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പദവി ഏറ്റവും താഴ്ചയിലേക്ക് വന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ പുരുഷന് പുനർവിവാഹം അനുവദിക്കപ്പെട്ടിരുന്നു എങ്കിൽ സ്ത്രീകൾക്ക് പുനർവിവാഹം നിഷേധിക്കപ്പെട്ട കാലമായിട്ടാണ് ഏതറിയപ്പെട്ടത്, പിൽക്കാലവേദ കാലഘട്ടം അറിയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് ദ മെഡീവൽ പീരിയഡ്. മധ്യ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അപ്പോൾ മെഡീവൽ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി, മധ്യകാലഘട്ടത്തിലും സ്ത്രീകളുടെ പദവി കുറവായിരുന്നു. പർദ്ദ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. ബഹുഭാര്യത്വം വർദ്ധിക്കുകയും ശൈശവവിവാഹവും സതീ സമ്പ്രദായവും വ്യാപകമായി തീരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. വിവാഹം പെൺകുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി. 15-ാം നൂറ്റാണ്ടിൽ രാമാനുജര്യ തുടങ്ങി വെച്ച ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായ ജീവിതത്തിൽ വളരെ പുതിയ പ്രവണതകൾ കാണാൻ തുടങ്ങിയത് കാരണം ഭക്തി പ്രസ്ഥാനമായിരുന്നു. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചത് ഭക്തി പ്രസ്ഥാനമാണ്. മതസ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹികമായ ചില സ്വാതന്ത്ര്യങ്ങളും അവർ നേടിയെടുത്തു. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി താണതായിരുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളോ അക്കാലഘട്ടത്തെ ജീവിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെട്ട കാലഘട്ടം പിൽക്കാലവേദ കാലഘട്ടമായിരുന്നു എങ്കിൽ മധ്യകാലഘട്ടമായപ്പോഴേക്കും ചില ഭക്തി പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായിട്ട് സ്ത്രീകളുടെ പദവി ഗണ്യമായി ഉയരാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പദവി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികൾ നിലനിന്ന കാലഘട്ടം കൂടിയായിരുന്നു. അതുപോലെ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ റസിയ സുൽത്താന, നൂർജഹാൻ തുടങ്ങിയ പ്രഗത്ഭരായ ഭരണാധികാരികളോ കൂടാതെ ഹിന്ദുക്കൾക്കിടെ രൂപവതിയും പത്മാവതിയും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായവരായിരുന്നു. ലക്ഷ്മി ദേവി, മീരാബായി എന്നിവരും ഈ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തരായ സ്ത്രീകളായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെ കാലഘട്ടം മധ്യകാലഘട്ടത്തിൽ ഉയർന്നത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു, സ്ത്രീകളുടെ പദവി ഗണ്യമായി ഉയരുന്നതിന് കാരണമായി. ഇനി മക്കളെ നമ്മുടെ ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാന സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ വിലയിരുത്തുക അല്ലെങ്കിൽ വിവരിക്കുക. അപ്പോൾ ആധുനിക യുഗത്തെ രണ്ടായി തരംതിരിക്കുക. ഒന്ന് ദ ബ്രിട്ടീഷ് പീരിയഡ് എന്ന പേരിലും, രണ്ട് ദ പീരിയഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന പേരിലും. അപ്പോൾ ഈ കാലഘട്ടത്തെ എന്ത് ചെയ്തു, രണ്ടായി തിരിച്ചു. ഒന്ന് ബ്രിട്ടീഷ് യുഗം എന്ന പേരിലും, രണ്ട് സ്വാതന്ത്ര്യാനന്തര യുഗം എന്ന പേരിലുമായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് യുഗത്തിൻ്റെ പ്രത്യേകത നോക്കാം. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത്. സ്ത്രീകളുടെ ദയനീയമായ സ്ഥിതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. സതി, ശൈശവവിവാഹം, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, ദേവദാസി സമ്പ്രദായ, നിരക്ഷരത എന്നിങ്ങനെ സമൂഹത്തെ പിന്നിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹിക ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സതീ നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മുടെ ബ്രഹ്മസമാജ സ്ഥാപകനായ രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെൻഡിക് എന്ന ഇന്ത്യൻ വൈസ്രോയിയാണ് സതീ നിയമം മൂലം നിരോധിച്ചത് കേട്ടോ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നിവ ശക്തിപ്പെട്ടു. ജ്യോതിറാവു ഫൂലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ്, കേശവചന്ദ്ര സെൻ, ഗോവിന്ദ റാനഡെ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുകയും ഇത് ഗാന്ധിയൻ യുഗത്തെ വളരെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇനി എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം നോക്കാം.
ജനുവരി 26 നിലവിൽ വന്ന തുല്യ അവസര സുരക്ഷിത തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തിയ. അപ്പോൾ എന്തൊക്കെ നിയമവ്യവസ്ഥകളാണ് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് നോക്കാം. 1. 1954 പ്രത്യേക വിവാഹ നിയമ, 1955 ഹിന്ദു വിവാഹ നിയമ, 56 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, 1961 പ്രസവാനുകൂല്യ നിയമം, 1976 തുല്യവേതന നിയമം, 76 ശൈശവ വിവാഹ നിയന്ത്രണ നിയമ, 76 കരാർ തൊഴിൽ നിയമ, 86 കുടുംബ കോടതികളെ, 87 സതി നിരോധന നിയമ കമ്മീഷൻ. ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമങ്ങൾ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് 33A ഭാഗമാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി കേട്ടോ. 33ാമത്തെ ചാപ്റ്ററാണ് എ ഭാഗത്തിൽ. അപ്പോൾ ലിംഗവിഭജനം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.